മല്ലു ക്രിക്കറ്റ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യക്തിഗത സ്കോർ 90 കടന്നാൽ പിന്നെ പിരിമുറുക്കത്തിന്റെ സമയമാണ് ക്രിക്കറ്റ് താരങ്ങൾക്ക്. സെഞ്ചുറി കടുത്ത് നിൽക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ പകർപ്പാണിത്. അതിനെ മറികടന്ന് കളിക്കുന്ന ചുരുക്കം ക്രിക്കറ്റ് താരങ്ങളെ നാം കണ്ടിട്ടുള്ളൂ. ആ കൂട്ടത്തിലാണ് നമുക്ക് യുവ ബാറ്റർ യശ്ജീത് ജയ്സ്വാളിനെ. രാജ്കോട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റിലെ ജയ്സ്വാളിനെ തന്നെ നോക്കുക. ഒരു സിക്സിന്റെ ദൂരക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് പകർന്നു നൽകിയാണ് ജയ്സ്വാൾ 94 എന്നത് 100 ആക്കിയത്. ട്രാക്കിലൂടെ നടന്ന് പന്ത് ലോങ് ഓണിലൂടെ പറത്തിയടിച്ച് നേടിയ ആ സെഞ്ചുറി ഒരു 22-കാരന്റെ ആത്മധൈര്യത്തെയും നിശ്ചയദാർഢ്യത്തെയും കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ്. ബാസ്ബോളിന്റെ തല തൊട്ടൽപ്പന്മാർക്കു നേരെ അതിലും മികച്ച ബാസ്ബോൾ കളിക്കാൻ വേറെ ആർക്ക് കഴിയും? ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രമേൽ പേടിയില്ലാതെ കളിക്കാൻ ജയ്സ്വാളിനെ പ്രാപ്തമാക്കിയ സംഗതി എന്തായിരിക്കും? അതിന് ജയ്സ്വാൾ വന്ന വഴി അറിയണം. പ്രതിസന്ധികൾ പലത് കണ്ടിട്ടും പുറകോട്ട് പോകാത്ത ഒരാൾക്ക് 98ഉം 99ഉം ഒക്കെ എന്ത്? അതിലും വലിയ വെല്ലുവിളികളെ തച്ചു പറത്തിക്കൊണ്ടാണ് ഇവിടം വരെ എത്തിയതെന്ന തികഞ്ഞ ബോധ്യം ജയ്സ്വാളിന് എപ്പോഴും ഉണ്ട്. വിശാഖപട്ടണത്തെ ടെസ്റ്റിൽ ജയ്സ്വാൾ ശതകം തികച്ചപ്പോഴുള്ള ആഘോഷം കണ്ടിരുന്നു. ഹെൽമറ്റിൽ ചുംബിക്കുകയും കൈകൾ പലതവണ മേൽപോട്ട് ഉയർത്തുകയും ചെയ്തായിരുന്നു ജയ്സ്വാൾ ആ നേട്ടം കൊണ്ടാടിയത്. ഒരു പക്ഷേ ക്രിക്കറ്റിൽ പിച്ച വെച്ചു നടന്ന ആ നാളുകളിൽ തനിക്ക് മേൽക്കുരയായി നിന്ന ആകാശത്തോട് നന്ദി പറഞ്ഞതായിരിക്കണം അത്. ജയ്സ്വാളിന് അത്തരത്തിൽ ഒരു ഫ്ലാഷ് ബാക്കും ഉണ്ട്. 10ാം വയസ്സിൽ ക്രിക്കറ്റ് മോഹമായി ജന്മനാടായ ഉത്തർപ്രദേശിൽ നിന്ന് മുംബൈയിലേക്ക് വണ്ടി കയറി. കുടുംബക്കാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ലാതെയാണ് ആ മഹാനഗരത്തിലേക്ക് യാത്ര പുറപ്പെട്ടത്. കൈമുതലയാകെ ഉണ്ടായിരുന്നത് കുറച്ചധികം ക്രിക്കറ്റ് കളിക്കാൻ അറിയും എന്നത് മാത്രമായിരുന്നു. വലിയ നഗരത്തിൽ ആദ്യം കുറേയേറെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. കയറി കിടക്കാൻ ഒരിടം പോലും ഇല്ലാതെ വലയവേ ആശ്വാസത്തിന്റെ ചെറിയ ദൂതുമായി ഒരു പാൽ കച്ചവടക്കാരനെത്തി. കൊച്ചു ജയ്സ്വാളിനെ അദ്ദേഹം കടയിൽ സഹായിയായി നിർത്തി. ബാക്കി സമയങ്ങളിൽ കഴിയാൻ ഒരു കൊച്ചു കൂരയും നൽകി. തന്റെ കൂരയിൽ കഴിഞ്ഞ് മുഴുവൻ സമയം ക്രിക്കറ്റ് കളിച്ചു നടക്കുന്ന പയ്യനെ പാൽ കച്ചവടക്കാരനെ നന്നായി ബോധിച്ചില്ല. കടയിൽ വല്ലപ്പോഴും സഹായത്തിന് കിട്ടുന്നത് പോലും ഇല്ലാതെയായതോടെ ജയ്സ്വാളിനെ പുറത്താക്കാൻ മുതലാളി നിർബന്ധിതനായി. അതോടെ ആ അഭയസ്ഥാനവും കയ്യിൽ നിന്ന് വേർപെട്ടു. വീണ്ടും അപരിചിതം നിറഞ്ഞ മഹാനഗരത്തിന്റെ കൈ വഴികളിലേക്ക്. കയ്യിലൊരു ബാറ്റും പന്തും അടങ്ങിയ ബാഗ് മാത്രമുണ്ട്. ഏറെ അലഞ്ഞെങ്കിലും ഒരാളും പയ്യന് താങ്ങായി വന്നില്ല. അതോടെ മുംബൈയിലെ പ്രാദേശിക ഗ്രൗണ്ടായ ആസാദ് മൈതാനിയിലെ ടെന്റുകളിലേക്ക് മാറി. മഴക്കാലത്ത് മഴയെയോ വേനൽക്കാലത്ത് വെയിലിനെയോ ചെറുക്കാൻ കഴിയുമെന്ന് ആ ടെന്റിനെ കുറിച്ച് ഒരാളും അഭാക്തി പറയില്ല. നീണ്ട 3 വർഷത്തോളം അവിടെ കഴിഞ്ഞു. ക്രിക്കറ്റ് കളിച്ചും പാനിപ്പൂരി വിൽപ്പനക്കാരെ സഹായിച്ചും അക്കാലം അങ്ങനെ കടന്നുപോയി. പാനിപ്പൂരി വിറ്റ് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടായിരുന്നു കഴിഞ്ഞു കൂടിയിരുന്നത്. അവനെ ഞങ്ങൾ പലതവണ തിരിച്ചു വിളിച്ചതാണ്. പക്ഷെ അവൻ തയ്യാറായില്ല. ഒരു കളിക്കാരനായിട്ട് മാത്രമേ ഇനി മടങ്ങി വരുവുള്ളൂവെന്ന് അവൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ജയ്സ്വാളിന്റെ അമ്മ കാഞ്ചൻ പിന്നീട് ഒരഭിമുഖത്തിൽ പറയുന്നുണ്ട്. യഥേഷ്ടം ക്രിക്കറ്റ് കളിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊറ്റ കാരണത്താൽ മുംബൈയിലെ ആ പരിമിതികളെയൊക്കെ അവൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇവിടെ എനിക്ക് എല്ലാം എളുപ്പമാണ്. ഉണരുമ്പോൾ തന്നെ മുന്നിൽ ഗ്രൗണ്ട് കാണാം, ജയ്സ്വാൾ പറഞ്ഞിരുന്നതായി അമ്മ പറയുന്നു. പതിയെ പതിയെ തന്റെ സ്വപ്നത്തിലേക്കുള്ള അകലം എത്ര വലുതാണ് ജയ്സ്വാൾ തിരിച്ചറിയാൻ തുടങ്ങി. ഒരു വശത്ത് ജീവിക്കാനുള്ള പേടാപ്പാട്, മറുവശത്ത് താലോലിച്ച് നടക്കുന്ന സ്വപ്നമായ ക്രിക്കറ്റ്. ആസാദ് മൈതാനത്ത് ക്രിക്കറ്റ് മോഹമായി പ്രതിദിനം 100 കണക്കിന് കുട്ടികൾ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് സെലക്ഷൻ ലഭിക്കുക എന്നത് കടുപ്പമുള്ള പണിയാണെന്ന് ജയ്സ്വാളിന് ബോധ്യപ്പെട്ടു. അതോടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന പ്രകടനം കാഴ്ചവെക്കാനും സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നക്ഷത്രങ്ങൾ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. പയ്യൻ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജ്വാല സിംഗ് എന്ന പരിശീലകന്റെ കണ്ണിൽ പെട്ടു. ജയ്സ്വാളിന്റെ ക്രിക്കറ്റിലേക്കുള്ള സവിശേഷമായ വൈഭവം കണ്ട് അമ്പരന്ന ജ്വാല അവനെ അടുത്തു വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. യുപിയിൽ നിന്നാണെന്നും ക്രിക്കറ്റ് മാത്രം മോഹിച്ചാണ് മുംബൈയിൽ എത്തിയതെന്നും അറിയിച്ചതോടെ ജ്വാല അവനെ ഏറ്റെടുക്കുകയായിരുന്നു. മറ്റാരെക്കാളും ജയ്സ്വാളിനെ മനസ്സിലാക്കാൻ ജ്വാലയ്ക്ക് സാധിച്ചിരുന്നു. എന്തെന്നാൽ മുൻപ് ഇതേപോലെ ക്രിക്കറ്റ് ആഗ്രഹിച്ച് യുപി വിട്ട് മുംബൈയിൽ എത്തിയതായിരുന്നു ജ്വാലയും. ജയ്സ്വാളിന് അദ്ദേഹം പരിശീലനം നൽകുക മാത്രമല്ല ഭക്ഷണവും താമസിക്കാൻ ഇടവും നൽകി. പിന്നീട് അങ്ങോട്ട് ജ്വാല സിംഗ് ആയിരുന്നു ജയ്സ്വാളിന്റെ എല്ലാം. ഇന്ന് ഗ്രീസിൽ കാണുന്ന ഭയം തൊട്ടു തീണ്ടാത്ത ജയ്സ്വാൾ ആയിരുന്നില്ല അന്നത്തെ ജയ്സ്വാൾ എന്ന് കോച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യ നാളുകളിൽ ഗ്രീസിലായിരിക്കുമ്പോൾ പരാജയങ്ങളെ നന്നായി ഭയപ്പെട്ടിരുന്നു അവൻ. ഇന്നു കാണുന്ന നിർഭയത്വം അന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പുറത്താകുമോ എന്ന ഭയം അവനിൽ കൂടുതലുണ്ടായിരുന്നു എന്നാണ് കോച്ച് വ്യക്തമാക്കുന്നത്. കോച്ച് ഇടപെട്ട് കഠിന പ്രയത്നം നടത്തിയാണ് ആ പേടി അകറ്റിയത്.
ജയ്സ്വാൾ വ്യക്തിഗത തലത്തിൽ ഏതൊക്കെ സമയത്ത് മികവ് പുലർത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഉയർന്നു വരുന്ന ഒന്നാണ് പാനിപ്പൂരി കച്ചവടക്കാരനൊപ്പം നിൽക്കുന്ന ചിത്രം. ജയ്സ്വാളും പിതാവുമാണ് അതെന്ന മട്ടിലാണ് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത്. അത് ജയ്സ്വാളിന്റെ പിതാവല്ലെന്നും അദ്ദേഹം മുംബൈയിലേക്ക് വളരെ കുറഞ്ഞ തവണ മാത്രമേ വന്നിട്ടുള്ളൂവെന്നും കോച്ച് ജ്വാല സിംഗ് പറയുന്നു. ജയ്സ്വാൾ പാനിപ്പൂരി വിറ്റാണ് ജീവിത ചെലവ് കണ്ടെത്തിയതെന്ന കഥയും പൂർണ്ണമായി ശരിയല്ലെന്ന് അദ്ദേഹം പറയുന്നു. ആസാദ് മൈതാനത്ത് പാനിപ്പൂരി കച്ചവടക്കാർ ഒരുപാടുണ്ടായിരുന്നു. അവർക്കൊപ്പം ചിലപ്പോഴൊക്കെ ഒരു സഹായിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതുവഴി ചെറിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതല്ലാതെ അവൻ സ്ഥിരമായി പാനിപ്പൂരി വിറ്റു നടന്നാണ് ജീവിത ചെലവ് കണ്ടെത്തിയതെന്ന പ്രചാരണം വ്യാജമാണ്. മകനെ പോലെയാണ് അവനെ വളർത്തിയത്. അവന്റെ എല്ലാ ചെലവുകളും ഏറ്റെടുത്തിരുന്നു. അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. അവനെക്കുറിച്ച് ഈ തരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നതിൽ ഒരു പരിശീലകൻ എന്ന നിലയിലും സങ്കടമുണ്ടെന്ന് 2018 ഒരു മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ ജ്വാല സിംഗ് പറയുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വെറ്ററൻ സ്പിന്നർ അനിൽ കുംബ്ലെ ഒരു ഉപദേശം നൽകിയിരുന്നു ജയ്സ്വാളിന്. ബാറ്റിംഗിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഇടയ്ക്കൊക്കെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോട് പറഞ്ഞ് കുറച്ച് ഓവറുകളും എറിയണമെന്നായിരുന്നു ഉപദേശം. എപ്പോഴും ചോദിക്കാറുണ്ടെന്നും രോഹിത് ഭായ് റെഡിയാവാൻ പറയുമെന്നുമായിരുന്നു ജയ്സ്വാൾ ഇതിനോട് പ്രതികരിച്ചത്. ജയ്സ്വാൾ മികച്ച ഒരു ലെഗ് സ്പിന്നർ ആണെന്ന് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. വാസ്തവത്തിൽ അങ്ങനെയാണ്. നെറ്റ് പ്രാക്ടീസിലൊക്കെ സ്ഥിരമായി ബോൾ ചെയ്യാറുണ്ട്. ഇത് കണ്ടാണ് കുംബ്ലെ പന്തെറിയാൻ ആവശ്യപ്പെട്ടത്. ജയ്സ്വാളിൽ സ്വാഭാവികമായി തന്നെ ഒരു ലെഗ് സ്പിന്നർ ഉണ്ടെന്നും കുംബ്ലെ കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ കാലുകുത്തിയ ഉടൻ തന്നെ പരക്കെ അറിയപ്പെട്ടു ഈ ഇടം കയ്യൻ ഓപ്പണർ. ജയ്സ്വാൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. തുടക്കം തന്നെ ഗംഭീരമാക്കും. മുംബൈയിലെ മികച്ച സ്കൂൾ ടൂർണമെന്റുകളിൽ ഒന്നായ ഹാരി ഷീൽഡിന്റെ മത്സരത്തിൽ 319 റൺസും 13 വിക്കറ്റും നേടി ജയ്സ്വാൾ. ഇത് ജയ്സ്വാളിന്റെ ഉയർച്ചയുടെ തുടക്കമായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതില്ലാത്ത വിധം ജയ്സ്വാൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അണ്ടർ 16, അണ്ടർ 19 എന്നുവേണ്ട കളിക്കുന്ന എല്ലാറ്റിലും മികച്ച പ്രകടനം തന്നെ നടത്തി. 2018 ഇന്ത്യയുടെ അണ്ടർ 19 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെയും ജയ്സ്വാൾ തന്നെയായിരുന്നു മാസ്. അണ്ടർ 19 ടീമിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്ററായി ജയ്സ്വാൾ മാറി. ഇതോടെ 2018 ഏഷ്യ കപ്പിലേക്കുള്ള അണ്ടർ 19 ടീമിൽ ഉൾപ്പെടുകയും ടീമിനെ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു. റൺസിനോടുള്ള ജയ്സ്വാളിന്റെ ദാഹം അന്നു മുതലേയുണ്ട്. അണ്ടർ 19 വിഭാഗത്തിൽ മിക്കവാറും ടൂർണമെന്റുകളിൽ ജയ്സ്വാൾ തന്നെയായിരിക്കും റൺസിൽ മുൻപന്തിയിൽ. ജയ്സ്വാളിന്റെ ഈ കുതിപ്പിനെ തടയിടുക എതിർ ബൌളർമാർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. കരിയറിലെ നിർണായ നാഴികക്കല്ലായ 2020 ICC അണ്ടർ 19 ലോകകപ്പിലും ജയ്സ്വാൾ തന്നെയായിരുന്നു റൺ വേട്ടയിൽ ഒന്നാമത്. പിന്നീട് മുംബൈക്കൊപ്പം രഞ്ജി ട്രോഫിയിലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം വീറുറ്റ പ്രകടനങ്ങൾ നടത്തി. ഇതോടെ 2.4 കോടിക്ക് IPL ടീമായ രാജസ്ഥാൻ റോയൽ താരത്തെ സ്വന്തമാക്കി. 2020 ഇത്. പാനിപ്പൂരി വിറ്റു നടന്ന മഴയോ വെയിലോ ഏൽക്കാതെ കിടക്കാൻ ഒരു ഇടമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ജയ്സ്വാൾ അങ്ങനെ കോടികളുടെ കിലുക്കമുള്ള ക്രിക്കറ്ററായിട്ടേ നാട്ടിലേക്കുള്ളൂ എന്ന് പണ്ട് അമ്മയോട് പറഞ്ഞ വാക്ക് പൊന്നായി. ഏറ്റവും ദുഷ്കരമായ വഴികളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും നിലവാരമുള്ള ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ അതിന് ചെറിയ പ്രാപ്തി പോരാ. ജയ്സ്വാളിന്റെ ആ കഷ്ടപ്പാട് നിറഞ്ഞ സഞ്ചാരത്തിന് രാജസ്ഥാൻ ഇട്ട വില 2.4 കോടിയായിരുന്നു. ജയ്സ്വാൾ അപ്പോഴേക്കും വിലാസമുള്ളൊരു ക്രിക്കറ്ററായി മാറിയിരുന്നു. കോടികളൊന്നും അദ്ദേഹത്തെ മോഹിപ്പിച്ചിരുന്നില്ല. ഇനിയും എന്തൊക്കെയോ തന്നിൽ അവശേഷിക്കുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിൽ പിന്നെയും ബാറ്റ് ചെയ്തി. പണമല്ല, IPL കളിക്കാൻ അവസരം ലഭിച്ചതിലാണ് തന്റെ സന്തോഷമെന്ന് അന്ന് ജയ്സ്വാൾ പറഞ്ഞിരുന്നു. വിജയത്തിന്റെ ഉത്ഭവമാണ് പണം. നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നന്നായി പ്രവർത്തിച്ചാൽ പ്രതിഫലം ലഭിക്കും. പക്ഷേ കൂടുതൽ പ്രതിഫലം കിട്ടാൻ കഠിനാധ്വാനം ചെയ്യുകയും ശരിയായ പ്രക്രിയകളിലൂടെ മുന്നോട്ടു പോവുകയും വേണമെന്നും ജയ്സ്വാൾ അന്ന് പറഞ്ഞു. ഇവിടത്തെയും പോലെ IPL അത്ര രാശിയുള്ള തുടക്കം ലഭിച്ചില്ല. ആദ്യ സീസണിൽ വലിയ ഇന്നിംഗ്സുകളൊന്നും കാഴ്ചവെക്കാനായില്ല. പക്ഷേ 2023 ആ അവസ്ഥ മാറ്റിക്കുറിച്ചു. അന്ന് 14 മത്സരങ്ങളിൽ നിന്നായി 625 റൺസാണ് അടിച്ചു കൂട്ടിയത്. സീസണിലെ എമർജിംഗ് പ്ലെയർ അവാർഡ് നേടുന്നതിലേക്കും ഇത് വഴിവെച്ചു. 13 പന്തുകളിൽ അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെയുള്ള ജയ്സ്വാളിന്റെ ഞെട്ടിക്കുന്ന പ്രകടനങ്ങൾ കണ്ടത് കഴിഞ്ഞ സീസണിലായിരുന്നു. IPL മികച്ച പ്രകടനത്തോടെ ജയ്സ്വാളിന് ദേശീയ ടീമിലേക്ക് വിളി വന്നു. 2023 ജൂലൈയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റിലായിരുന്നു അരങ്ങേറ്റം. അരങ്ങേറ്റത്തിന്റെ ഭയമൊന്നും ജയ്സ്വാളിന് ഉണ്ടായിരുന്നില്ല. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ തുടങ്ങി. ഫലത്തിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 171 റൺസ്, സെഞ്ചുറിയും കടന്നു തിളങ്ങിയ ഇന്നിംഗ്സ്. അങ്ങനെ അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന 17ാമത്തെ ഇന്ത്യക്കാരനായി മാറി. തന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം വൈകാരികമായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു അതെന്ന് ജയ്സ്വാൾ പിന്നീട് പറഞ്ഞു.
പിന്നീട് T20 ക്രിക്കറ്റിലും അരങ്ങേറ്റം കുറിച്ചു. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ തുടർച്ചയായ 2 മത്സരങ്ങളിൽ ഇരട്ട സെഞ്ചുറി നേടി വീണ്ടും ഇന്ത്യയുടെ യശസ്സായിരിക്കുകയാണ് ജയ്സ്വാൾ. അപ്പൊ ഇതുപോലുള്ള ട്രെൻഡിങ് ക്രിക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലു ക്രിക്കറ്റ് കോർണർ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.